ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചോട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, എങ്കിലും ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങ് എടുക്കാം. ഒരു സിമ്പിൾ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ രാവിലെ ഞാൻ ഏറ്റി വന്നപ്പോൾ തന്നെ മമ്മ ഏതാണ്ട് കോവയ്ക്ക മെഴുക്കുവരട്ടിയും മുട്ടക്കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മുട്ടക്കറി വെച്ച് നമുക്കിന്നൊരു ഇടിയപ്പം ഉണ്ടാക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പം ഇടിയപ്പം ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മമ്മ എല്ലാം കുഴച്ചൊക്കെ റെഡിയാക്കി വെക്കും. അപ്പോഴത്തേക്ക് ഞാനത് ചുറ്റിച്ച് തട്ടിലേക്ക് ആക്കിയിട്ട് ആവി കയറ്റിയാൽ മതിയല്ലോ. അപ്പം ഞാനതൊക്കെ എണ്ണ തേക്കുവാണെങ്കിൽ പിന്നെ അതിൽ ഒത്തിരി ഒട്ടി പിടിക്കാമെന്ന് മമ്മ പറയും കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ചൊരു എണ്ണയൊക്കെ തടവി കൊടുക്കുന്നുണ്ട്. അങ്ങനെ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പിടിച്ചിരിക്കാൻ നമുക്ക് കഴുകാൻ നേരം ആണെങ്കിലും എളുപ്പമുണ്ട്. അപ്പോൾ അതൊക്കെ മമ്മ പറഞ്ഞുകൊണ്ട് ഞാനതൊക്കെ തേച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ നോർമലി ഇവിടെ തേങ്ങ താഴത്തോടും അതുപോലെ തന്നെ ഇത് നമുക്ക് ചുറ്റിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലും ഇടും കേട്ടോ മാവിൻ്റെ. അങ്ങനെയെല്ലാം തേച്ച് എല്ലാം കൊടുക്കുന്നു. നേരെ ഇടയ്ക്ക് മമ്മ അതിലേക്കൂടെയൊക്കെ പാസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഓരോന്നൊക്കെ പറഞ്ഞു തന്നുകൊണ്ട്. അപ്പോൾ മമ്മ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ അതെടുത്ത് അതിലേക്ക് ഫില്ല് ചെയ്തു. എന്നിട്ട് അത് നമ്മൾ ചുറ്റിച്ച് അതിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഡയറക്റ്റ് ആവിക്ക് കയറ്റാൻ വേണ്ടി വെക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ കൂടെ ഓടിയൊക്കെ നടക്കുന്ന എൻ്റെ ചേച്ചി വെച്ചോട്ടോ. അവൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇവിടെ വന്നിരുന്ന് വർത്താനമൊക്കെ പറയാം കേട്ടോ ഞാനിത് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പം. ഇപ്പോൾ എനിക്ക് 9th മന്ത് ആയി കേട്ടോ. 9th മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും. എനിക്ക് പറ്റുന്ന പോലെയല്ല ഞാൻ ചെയ്യും കേട്ടോ. കാരണം വെറുതെ ഇരുന്നാലും നമുക്ക് അകപ്പാടെ ബോറടിക്കും. അപ്പോൾ ഇപ്പം ജോബിനും കൂടെ പോകുന്നില്ലാത്തതുകൊണ്ട് അതും ഒരു മുഷിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടിരിക്കും. അപ്പോൾ അവൾ കുറച്ച് നേരം വന്ന് വർത്താനമൊക്കെ പറഞ്ഞു, ഓരോന്ന് അതും ഇതും എന്തൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അമ്മ ഇത് ജനലൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. കാരണം അതൊക്കെ അപ്പടി അങ്ങോട്ട് പുകയൊക്കെ തട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മ അങ്ങനെയാണ് കേട്ടോ, കുറച്ചധികം വൃത്തിയുള്ള കൂട്ടത്തിലാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതാണ്ട് ഇവളിവിടെ അടിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയ ടൈമിൽ അവരത് ചെയ്തു. അങ്ങനെ ഓരോരുത്തർ ചെയ്യുവാണെങ്കിൽ പണികളൊക്കെ പെട്ടെന്ന് കഴിയില്ല. ഇവിടെ എങ്ങനെ കേട്ടോ, ഞങ്ങൾ ഓരോരുത്തർ മാറി മാറി എല്ലാം ചെയ്യും. അപ്പം നമുക്ക് ഈസിയായിട്ട് പണികളെല്ലാം തീരും. അനിയത്തി വീട്ടിലുള്ളപ്പോഴാണെങ്കിലും അങ്ങനെ ഞങ്ങൾ 3 പേരുടെ ചെയ്യാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇടിയപ്പമൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ചൂടോടെ ഏതായാലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം മമ്മയ്ക്ക് ഏതായാലും കറി വേണ്ട, പഞ്ചസാര കൂട്ടി കഴിച്ചോളാം എന്ന് പറഞ്ഞ് പിള്ളേർ കഴിക്കുന്നതല്ല പഞ്ചസാര കൂട്ടിയാട്ടോ മമ്മ കഴിക്കുന്നത്. അത് അല്ലെങ്കിലും അങ്ങനെ പാലപ്പം ഉണ്ടാക്കുകയാണെങ്കിലും വെള്ളയപ്പം ഇല്ലേ അതുണ്ടാക്കുകയാണെങ്കിലും മമ്മ അങ്ങനെയാട്ടോ പഞ്ചസാര കൂട്ടി കഴിക്കും, കറി വെച്ച് കഴിക്കുകയില്ല. പക്ഷെ മമ്മ നല്ല അടിപൊളി ടേസ്റ്റിൽ കറിയൊക്കെ വയ്ക്കും. പക്ഷെ മമ്മയ്ക്ക് അത് കൂട്ടി കഴിക്കാൻ വലിയ താല്പര്യമില്ല, ഇങ്ങനെ പഞ്ചസാര കൂട്ടി കഴിക്കുകയും ചെയ്യും. എന്നിട്ട് പിന്നെ ഞങ്ങളെല്ലാവരുടെ വർത്തമാനം പറഞ്ഞിരുന്ന് കഴിച്ചോട്ടോ. ഞങ്ങൾ അങ്ങനെ കേട്ടോ എപ്പോഴും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരാട്ടോ. മമ്മയ്ക്കും അതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പതിവ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാരണം കുറച്ച് നടക്കണമല്ലോ രാവിലെയും വൈകിട്ടും എല്ലാം. പിന്നെ ഞാൻ ഫുഡ് കഴിച്ച് കഴിയുമ്പം എപ്പോഴാണേലും കുറച്ച് നേരം നടക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് എവിടെയോ പോകാനുണ്ടായിരുന്നു, കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ അതൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. മമ്മ അത് കറി വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സവോള ഉള്ളി വെളുത്തുള്ളി അതൊക്കെ ഇട്ട് വഴറ്റി അങ്ങനെ മീൻ കറി വെച്ച് സെറ്റാക്കി എടുത്തോട്ടെ. നല്ല കുടംപുളിയിട്ട് മീൻ കറി മമ്മയുടെ സ്പെഷ്യൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു കുറച്ച് എനിക്ക് യൂട്യൂബ് ചാനലിലേക്ക് ഇടാനുള്ള കുറച്ച് കണ്ടൻസ് ഒക്കെ എഴുതി വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ അങ്ങ് എഴുതി വെച്ച് അങ്ങനെ ഇരുന്നു. കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോഴത്തേക്കും അത് ഞാൻ അൺബോക്സ് ചെയ്ത് അതെല്ലാം എടുത്ത് മാറ്റി അതൊക്കെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം പോയി കയറി കുളിച്ചിട്ട് വന്നു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് കുളിച്ചിറങ്ങും കേട്ടോ. ഇപ്പം ഭയങ്കര തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് നേരത്തെ കുളിച്ചിരിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ, അത് വിചാരിച്ചിട്ടാണ്. കാരണം അല്ല പിന്നെ വൈകിട്ടായ പിന്നെ മടിയാവേ. അപ്പോൾ പിന്നെ ഒരുപാട് മടിയാകുന്നതിന് മുന്നേ കുളിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞാൻ വേഗം കയറി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അതാകുമ്പോൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിരിക്കാമല്ലോ. പിന്നെ നേരത്തെ കുളി കഴിഞ്ഞിട്ട് ഇരിക്കുകയാണെങ്കിൽ മുടി ഉണങ്ങി കിട്ടും. വൈകുന്നേരം നമുക്ക് വേണേൽ ദേഹം മാത്രം ഒന്ന് കഴുകിയാൽ മതി. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നേരത്തെ കുളിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു നോർമൽ ഡേ പോകുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല, പുറത്തൊന്നും പോകാനില്ല. കാരണം ഇപ്പോൾ 9th മന്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പുറത്തിറങ്ങി ട്രാവൽ ചെയ്യുന്നതൊക്കെ ഒരു മടുപ്പാണ് കേട്ടോ എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല. ഇപ്പം വീട്ടിൽ തന്നെയാണ് കൂടുതൽ ഇരിക്കുന്നത്. പിന്നെ ഇപ്പം നല്ല മഴയുമാണല്ലോ, അതുകൊണ്ട് പിന്നെ അധികം അങ്ങനെ വെറുതെ ഇറങ്ങാനും പറ്റില്ല. പിന്നെ ഞങ്ങൾ വേഗം പോയിട്ട് ചോറിനാൻ വേണ്ടി ഇരുന്നു കേട്ടോ. എല്ലാവരും കൂടെ മമ്മയുടെ മീൻ കറിയൊക്കെ കൂട്ടി ഞങ്ങൾ അടിപൊളിയായിട്ട് ചോറുണ്ട് കേട്ടോ. ചോറൂണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊരു കുറച്ച് നേരം റെസ്റ്റ് എടുക്കും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നടന്നിട്ട് ഞാൻ പോയി കുറച്ച് നേരം കിടന്നു, ഉറങ്ങിയില്ല. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കും വടയും ബോളിയും ചായയൊക്കെ കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പപ്പാച്ചിയുടെ പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞു. മമ്മി കുറച്ച് ചക്കയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ പെറുക്കിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ നാമജൊലിച്ചൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു കേട്ടോ വൈകിട്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് കേട്ടോ. വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ചെറിയൊരു ക്ഷീണവും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് ടാബ്ലറ്റ്സൊക്കെ കഴിക്കാനുള്ള ഒരു ധൃതിക്ക് ഫുഡ് എടുക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാനും മറന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം നടന്നു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം നടക്കണമല്ലോ, നടന്നിട്ട് ഞാൻ എന്നും കിടക്കാറുള്ളൂ. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരമൊക്കെ നടന്നു കഴിഞ്ഞിട്ട് പോയി ടാബ്ലറ്റ്സൊക്കെ എടുത്ത് കഴിച്ചിട്ട്
പിന്നെ എല്ലാവരും കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ തയ്യാറെടുപ്പുകളാണ് കേട്ടോ. പിന്നെ ഞാൻ രാത്രിയിൽ എന്നും മോയ്സ്ചറൈസർ ഇട്ടിട്ട് ജസ്റ്റ് ഹെയറൊക്കെ മുകളിലേക്കൊന്ന് കോംബ് ചെയ്ത് കെട്ടി വെച്ച് അങ്ങ് കിടക്കുകയുള്ളൂ. കാരണം അതാകുമ്പോൾ നമുക്ക് കിടക്കുമ്പോൾ പിന്നെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ എനിക്കിങ്ങനെ മുടി അഴിഞ്ഞൊക്കെ കിടക്കുമ്പോഴത്തേക്കും എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര രാവിലേക്കും ഇങ്ങനെ ചടയൊക്കെ പിടിച്ച് കിടക്കുമ്പോഴത്തേക്കും പിന്നെ അത് അഴിക്കാനും പിന്നെ ഇരുമ്പോഴാണെങ്കിലും നമുക്ക് ഒരുപാട് അത് മുടി പൊട്ടിപ്പോകുന്ന പോലെ അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഉണങ്ങുന്ന ദിവസം എല്ലാം മുടി നന്നായിട്ട് മുകളിലേക്ക് എല്ലാം കൂടി ഉരുട്ടി കെട്ടി വെച്ചിട്ടാണ് കിടക്കാറുള്ളൂ. പണ്ട് വെല്ലുവിളിച്ചുള്ളപ്പോൾ തന്നെ പഠിപ്പിച്ചൊരു ശീലം കേട്ടോ, മുടി എല്ലാം കൂടെ മുകളിൽ ഇങ്ങനെ കെട്ടി വെക്കണം എന്നുള്ളത്. പിന്നെ എനിക്കാണെങ്കിലും അതായി കംഫർട്ടബിൾ. കാരണം അഴിച്ചിട്ട് കിടക്കുമ്പോൾ എനിക്കൊരു തൃപ്തി വരത്തില്ല, ഒരു ബുദ്ധിമുട്ടാണ്. രാവിലെ കേൾക്കുമ്പോഴാണെങ്കിലും മുടിക്കാണെങ്കിലും ഒരു ഇതില്ലാത്ത പോലെ ഇരിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ രാത്രി തന്നെ നന്നായിട്ട് ഉരുട്ടിയെല്ലാം കെട്ടി മുകളിൽ കെട്ടി നല്ല കംഫർട്ടബിളായിട്ടാണ് കേട്ടോ കിടന്നുറങ്ങുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് മമ്മിയും മമ്മായൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവരെ അങ്ങോട്ട് നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്.